ടി വി പ്രസാദ് കൂടിയുണ്ട്. ടി വി പ്രസാദ്, പ്രതിപക്ഷം ഇതൊരു ശക്തമായ രാഷ്ട്രീയ വിഷയമായി മാറ്റിക്കഴിഞ്ഞിരിക്കുന്നു. വിശ്വാസ സംഗമത്തിന് പ്രതിപക്ഷം ഒരുങ്ങുകയാണ്. കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള പ്രതിഷേധ പരിപാടികൾ തെരുവിലും നടക്കും. ഇതിനിടയിലാണിപ്പോൾ സഭയിൽ അവശേഷിക്കുന്ന 2 ദിവസങ്ങളിലും ശബരിമല വിഷയം ഉയർത്തി പ്രതിഷേധിക്കാനുള്ള തീരുമാനം വന്നിരിക്കുന്നത്. അതവരുടെ രാഷ്ട്രീയമായിട്ടുള്ള ഒരു ലക്ഷ്യം കൂടിയാണ്. ശബരിമല വിഷയം വീണ്ടും സജീവമായി ചർച്ചയിൽ നിർത്തുക എന്ന് തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. UDF-ന്റെ യോഗം നേരത്തെ കൂടിയപ്പോഴും അത് തന്നെയാണ് തീരുമാനിച്ചതെന്ന് അറിയുന്നു. ഇനിയിപ്പോൾ സഭ പുനരാരംഭിച്ചാലും ഈ നിലപാടിൽ നിന്ന് UDF പിന്നാക്കം പോവില്ലല്ലോ. ശബരിമലയിലെ സ്വർണ്ണപ്പാളി വിഷയം വലിയ രീതിയിൽ രാഷ്ട്രീയമായ ഒരു വിഷയമായി ഉന്നയിക്കാൻ തന്നെയാണ് UDF തീരുമാനിച്ചിരിക്കുന്നത്, അല്ലേ? സഭയ്ക്കുള്ളിലും പുറത്തും. അതെ അരുൺ, അത് തന്നെയാണ്. നിയമസഭയ്ക്കകത്തും പുറത്തും ശക്തമായ പ്രതിഷേധം ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ളതാണ്. നമുക്കറിയാവുന്നതുപോലെ ശബരിമലയിലെ ഓരോ ചലനങ്ങളും എപ്പോഴും കേരളത്തിൽ വലിയ രാഷ്ട്രീയ വിഷയമാണ്, രാഷ്ട്രീയ വിവാദമാണ്. പ്രത്യേകിച്ച് യുവതീ പ്രവേശനത്തിന് ശേഷം ശബരിമലയിൽ ഉണ്ടാകുന്ന ഓരോ ചലനങ്ങളും വലിയ രീതിയിലാണ് രാഷ്ട്രീയ പാർട്ടികൾ ഏറ്റെടുക്കുന്നത്, പ്രത്യേകിച്ച് പ്രതിപക്ഷ പാർട്ടികൾ എന്നുള്ളതാണ്. ഈ നിയമസഭാ സമ്മേളനം തുടങ്ങുന്ന സമയത്ത് പ്രതിപക്ഷം പ്രതിരോധത്തിലായിരുന്നു. കാരണം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്ന ഗുരുതരമായ ആരോപണങ്ങൾ, അതിൽ പ്രതിരോധത്തിലായി UDF-ന് ഒരു ആശ്വാസമായിട്ടാണ് ശബരിമലയിലെ സ്വർണ്ണപ്പാളി വിവാദത്തെ അവർ തന്നെ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഈ സഭാ സമ്മേളനത്തിൽ ചോദ്യോത്തര വേള തുടങ്ങുന്ന സമയത്ത് തന്നെ പ്രതിഷേധം തുടങ്ങിയ ആദ്യ ദിവസമാണ് ഇന്ന് എന്നുള്ളതും ശ്രദ്ധേയം തന്നെയാണ്. മാത്രമല്ല, ഈ വിഷയങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം വലിയ വിവാദമായി ഉയരുന്നു. സ്വർണ്ണപ്പാളിയാണ് അവിടെ ഉണ്ടായിരുന്നതെന്നും ചെമ്പ് തകിട് എങ്ങനെ മഹസറിലേക്ക് വന്നെന്നും സ്വർണം എങ്ങനെ ചെമ്പായി എന്ന ചോദ്യം പ്രധാനമായും സമൂഹത്തിൽ നിൽക്കുന്ന സമയത്താണ് UDF ഈ വിഷയം ഏറ്റെടുക്കുന്നതും അത് നിയമസഭയിലേക്ക് കൊണ്ടുവരുന്നതും. അരുണ് പറഞ്ഞതുപോലെ നിയമസഭയിൽ മാത്രമല്ല, നിയമസഭയ്ക്ക് പുറത്തും അതിശക്തമായ വിഷയമായി ശബരിമലയിലെ വിഷയത്തെ ഉയർത്തിക്കൊണ്ടുവരാൻ പ്രതിപക്ഷം, പ്രത്യേകിച്ച് കോൺഗ്രസ് ശ്രമിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഈ ഒരു ഘട്ടം എന്ന് പറയുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കാൻ 2 മാസം പോലും ഇല്ല എന്നുള്ളതാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിനും വളരെ കുറച്ച് മാസങ്ങൾ മാത്രം ശേഷിക്കുന്ന ഈ ഘട്ടത്തിൽ തീർച്ചയായും മറ്റൊരു വിഷയം ശബരിമലയിൽ നിന്ന് ഉയർന്നു വരുമ്പോൾ അത് പ്രതിപക്ഷ പാർട്ടികൾക്ക് വലിയ അനുഗ്രഹമാണ് രാഷ്ട്രീയമായി. അത് നിയമസഭയിൽ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് അവരുടെ രാഷ്ട്രീയ ദൗത്യവും. മാത്രമല്ല അരുൺ, ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, ഇത്ര ദിവസമായി ഉയരുന്ന ആരോപണങ്ങൾക്ക് കൃത്യമായി ഒരു മറുപടി പറയാൻ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല, പ്രത്യേകിച്ച് ദേവസ്വം മന്ത്രിക്ക് കഴിഞ്ഞിട്ടില്ല, ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് പോലും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റി പോലും എല്ലാ ചോദ്യങ്ങളോടും കൃത്യമായി പ്രതികരിച്ച് മടങ്ങുമ്പോൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്തിന് ചോദ്യങ്ങളിൽ നിന്ന് ഒളിച്ചോടേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. PS പ്രശാന്തിനെ കൃത്യമായി പ്രതിരോധിക്കാൻ സർക്കാരിന്റെ ഭാഗമായി വരുന്ന മന്ത്രിമാരോ അതല്ലെങ്കിൽ CPIM-ന്റെ നേതാക്കളോ പ്രധാനമായി വരാത്ത ഒരു സാഹചര്യം ഉണ്ടാകുന്നു. എല്ലാ കാര്യങ്ങൾക്കും സർക്കാരിനെ പിന്തുണയ്ക്കുന്ന ആഗോള അയ്യപ്പ സംഗമത്തെ വാനോളം പുകഴ്ത്തിയ SNDP-യുടെ ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ പോലും ദേവസ്വം ബോർഡിനെ ഈ വിഷയത്തിൽ കുറ്റപ്പെടുത്തുന്ന ഒരു സാഹചര്യം, അത് കോൺഗ്രസിന് UDF-ന് രാഷ്ട്രീയമായി ഒരു ആയുധമാണ്. ആ ആയുധമാണ് ഇന്ന് നിയമസഭയിൽ നമ്മൾ കണ്ടത്. ഇനി അങ്ങോട്ടേക്കുള്ള ദിവസങ്ങളിൽ ശബരിമലയിലെ ഈ വിഷയം പ്രധാനമായും UDF-ഉം കോൺഗ്രസും ഉയർത്തിക്കൊണ്ടുവരും എന്ന കാര്യം ഉറപ്പാണ്. വരുന്ന ദിവസങ്ങളിൽ ശക്തമായ പ്രതിഷേധ പരിപാടികളിലേക്ക് നിയമസഭയ്ക്ക് പുറത്ത് അവർ കടക്കുമ്പോൾ ഇനി അങ്ങോട്ടേക്കുള്ള ദിവസങ്ങളിൽ നിയമസഭയിൽ ഈ വിഷയം ഉയർത്തിക്കൊണ്ടുവന്ന് പ്രക്ഷുബ്ധമാക്കാൻ തന്നെയാണ് സാധ്യത. റോഷി കൂടി നമുക്കൊപ്പം ഉണ്ട്. ഒരിക്കൽ കൂടി റോഷി, പ്രതിപക്ഷം ഇതേ ബഹളം തുടരുകയാണെങ്കിൽ സഭാ നടപടികൾ ഇനി തുടരാൻ കഴിയുമോ? അങ്ങനെയാണെങ്കിൽ സഭ ഇന്നത്തേക്ക് പിരിയാനാണ് സാധ്യതയാണോ മുന്നിൽ കാണുന്നത്? റോഷി, അരുൺകുമാർ, ഇന്ന് നിയമസഭയിൽ പ്രധാനപ്പെട്ട 6 ബില്ലുകൾ വരുന്നുണ്ട്. സഭാ നടപടികൾ ഇനിയും തുടരാൻ കഴിയാത്ത സാഹചര്യത്തിൽ സ്വാഭാവികമായും പിന്നീട് ഇന്നത്തേക്ക് സഭ പിരിയേണ്ടി വരും. 10 വരെയാണ് നിയമസഭാ സമ്മേളനം നടക്കുന്നത്. ഇനി ഏതായാലും സഭ വീണ്ടും പുനരാരംഭിക്കുമ്പോൾ അവിടെ പ്രതിപക്ഷം സമാനമായ രീതിയിൽ ശക്തമായ പ്രതിഷേധം തുടരുമെന്ന കാര്യത്തിൽ സംശയമില്ല. അങ്ങനെയെങ്കിൽ ഒരുപക്ഷെ നടപടിക്രമങ്ങൾ വേഗത്തിലാക്കി സഭ ഇന്നത്തേക്ക് പിരിയാനാണ് സാധ്യത. കാരണം ചോദ്യോത്തര വേളയിൽ തന്നെ പ്രതിപക്ഷത്തിന്റെ ആ പ്രതിഷേധം ഏത് ദിശയിലേക്കാണ് പോകുന്നതിന്റെ സൂചനകളുണ്ട്. കാരണം സാധാരണ ശൂന്യവേളയിലേക്ക് കാര്യങ്ങൾ എത്തും, അവിടെയാണ് പ്രതിഷേധം ഉണ്ടാകാറ്. ഈ തവണ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് പോലും നൽകാതെ ചോദ്യോത്തര വേളയുടെ ആദ്യ മിനിറ്റിൽ തന്നെ തങ്ങളുടെ നിലപാട്, ശബരിമല സ്വർണ്ണപ്പാളി വിവാദത്തിലെ പ്രതിപക്ഷത്തിന്റെ നിലപാട് പ്രതിപക്ഷ നേതാവ് VD സതീശൻ തന്നെ വ്യക്തമാക്കി കഴിഞ്ഞു. ഒരു നിമിഷം പോലും സഭാ നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകാൻ അത് തടയുക എന്ന തീരുമാനത്തിൽ തന്നെയാണ്. മുന്നോട്ട് പോകേണ്ടതില്ല, കാരണം മന്ത്രി രാജിവെക്കണം എന്ന നിലപാട് ഉറച്ചു തന്നെയുള്ള പ്രതിഷേധം തന്നെയാണ് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. ഫ്ലക്സ് ബോർഡും അതുപോലെ
പ്ലക്കാർഡുകളും ഒക്കെ തയ്യാറാക്കി സജ്ജമായി തന്നെയാണ് പ്രതിപക്ഷം നിയമസഭയ്ക്കകത്തേക്ക് വന്നത്. ഏതാണ്ട് ആദ്യ മിനിറ്റിൽ തന്നെ നടുത്തളത്തിലിറങ്ങി പ്രതിഷേധവും തുടങ്ങിക്കഴിഞ്ഞു. ഇനി സഭ പുനരാരംഭിച്ചാലും സമാനമായി തന്നെ ആയിരിക്കും പ്രതിഷേധം തുടരുക. അതുകൊണ്ട് നടപടിക്രമങ്ങൾ വേഗത്തിലാക്കി ഇന്നത്തേക്ക് അതിവേഗത്തിൽ സഭ പിരിയാനുള്ള സാധ്യതയാണ്. കാരണം ഇത് വിഷയത്തെ വൈകാരികമായി തന്നെയാണ് പ്രതിപക്ഷം കൈകാര്യം ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത്. കാരണം പ്രതിപക്ഷത്തിന് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ ആയുധമായി ശബരിമലയിലെ സ്വർണ്ണപ്പാളി വിവാദം മാറിക്കഴിഞ്ഞു. അതുകൊണ്ട് തന്നെയാണ് ആദ്യഘട്ടത്തിൽ ഇക്കാര്യത്തിൽ ഒരു പ്രതികരണത്തിന് കൃത്യമായ ഒരു നിലപാടെടുക്കാൻ പ്രതിപക്ഷം തയ്യാറായിരുന്നു. പക്ഷേ പിന്നീട് തൊട്ടടുത്ത ദിവസം ഇതിന്റെ വ്യാപ്തി മനസ്സിലാക്കി ഈ വിശ്വാസ സംഗമം ഉൾപ്പെടെ തീരുമാനിച്ചുകൊണ്ട് കടുത്ത പ്രതിഷേധത്തിലേക്ക് ഈ വിഷയം തെരുവിലേക്ക് എത്തിക്കാനുള്ള തീരുമാനം പ്രതിപക്ഷം കോൺഗ്രസ് നേതൃത്വം എടുത്തത്. ഇന്ന് ചേർന്ന രാഷ്ട്രീയകാര്യ സമിതിയിലും പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം ഇതുതന്നെയാണ്. രാഷ്ട്രീയകാര്യ സമിതിയുടെ തീരുമാനം സ്വാഭാവികമാകുന്നത് യുഡിഎഫിനെ അറിയിക്കുകയും യുഡിഎഫ് യോഗം ചേരുന്നുണ്ട്. യുഡിഎഫും ഈ വിഷയം ഏറ്റെടുത്ത് തെരുവിലേക്ക് ഇറങ്ങും. അങ്ങനെ സംസ്ഥാന വ്യാപകമായി തന്നെ വിശ്വാസ സംഗമത്തിന് കോൺഗ്രസ് നേതൃത്വവും പ്രതിപക്ഷവും തയ്യാറെടുക്കുന്ന ഘട്ടമാണ്. അതുകൊണ്ട് സഭയ്ക്കകത്ത് ഈ വിഷയം ഇതേപോലെ തന്നെ ഉയർത്തും. വരും ദിവസങ്ങളിലും ഇത് പ്രതിപക്ഷത്തിന്റെ പ്രധാനപ്പെട്ട ആയുധമായിരിക്കും. ദേവസ്വം മന്ത്രിയുടെ രാജിയാണ് ആവശ്യപ്പെടുന്നത്. ഒപ്പം ദേവസ്വം ബോർഡ് അധ്യക്ഷനെ പുറത്താക്കണമെന്ന ആവശ്യമാണ്. ഇതിനൊപ്പം ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിലുള്ള അന്വേഷണം കൂടി പ്രതിപക്ഷം ആവശ്യപ്പെടുന്നുണ്ട്. പ്രതിപക്ഷ നേതാവ് അടക്കമുള്ളവർ സഭയിൽ തന്നെ തുടരുകയാണോ? അവർ സഭ വിട്ടു പുറത്ത് വന്നിട്ടില്ലല്ലോ അല്ലേ? അരുൺകുമാർ, ഇപ്പോഴും പ്രതിപക്ഷാംഗങ്ങൾ സഭയ്ക്കകത്തുണ്ട്. കാരണം നമുക്ക് ഇവിടെ ആ ദൃശ്യങ്ങൾ കാണാം. സഭയ്ക്കകത്ത് പ്രതിപക്ഷ അംഗങ്ങളും ഒപ്പം പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ നേതാക്കളൊക്കെ അവർ സഭയ്ക്കകത്താണ്. അവർ കൂടിയാലോചനകൾ നടത്തുന്നതായിട്ടാണ് നമുക്ക് ദൃശ്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒപ്പം ഭരണപക്ഷ അംഗങ്ങളും എല്ലാവരും സഭയ്ക്കകത്ത് തുടരുന്നുണ്ട്. സ്പീക്കർ മാത്രമാണ് കാണാൻ സാധിക്കുന്നുണ്ട്. സഭയിൽ ഇപ്പോഴും പ്രതിപക്ഷം സ്പീക്കറിന്റെ ഡയസിന്റെ ഇടതുഭാഗത്തായിട്ട് പ്രതിപക്ഷ നിരയുടെ ഭാഗത്തായിട്ട് കൂടി നിൽപ്പുണ്ട്. ഒരുപക്ഷെ സ്പീക്കർ എത്തിക്കഴിഞ്ഞാൽ വീണ്ടും ഇതേ ബാനറുമായി സ്പീക്കറിന്റെ മുന്നിൽ പോയി അതേ നിലയിൽ പ്രതിഷേധിക്കാൻ തന്നെയാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. അല്പസമയത്തിനുള്ളിൽ സഭാ നടപടികൾ പുനരാരംഭിക്കും. സെക്കൻഡുകൾ മാത്രമേ ഉള്ളൂ. അനാദരമെന്നാണ് സ്പീക്കർ നേരത്തെ പറഞ്ഞത്. സ്പീക്കർ വീണ്ടും എത്തുമ്പോൾ ഇന്ന് വളരെ പ്രധാനപ്പെട്ട ചില ബില്ലുകൾ കൂടി പാസ്സാക്കാനിരിക്കുന്ന സാഹചര്യത്തിൽ സഭയിൽ പ്രതിപക്ഷം ബഹളം വെച്ചാൽ അതിനെ എങ്ങനെയാണ് നേരിടുക എന്നതാണ് അറിയേണ്ടത്. അങ്ങനെയാണെങ്കിൽ സഭാ നടപടികൾ വേഗത്തിലാക്കി പിരിയാനുള്ള സാധ്യതയാണോ മുന്നിൽ കാണുന്നത്? അതാണ് നമുക്ക് അറിയേണ്ടത്. മന്ത്രിമാർ ഇപ്പോൾ ക്ഷുഭിതരായിട്ടുണ്ട്. അവർ ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് പ്രതിപക്ഷം ബാനർ ഉയർത്തി പ്രതിഷേധിച്ചത്. അല്പസമയത്തുള്ളിൽ തിരിച്ചുവരാം. ഇപ്പോൾ പ്രേക്ഷകർക്ക് കാണാൻ കഴിയുന്നത് നിയമസഭയായിരുന്നു. അപ്പോൾ നിയമസഭയിൽ ശബരിമലയിലെ സ്വർണ്ണപ്പാളി വിഷയം പ്രതിപക്ഷം കത്തിച്ചിരിക്കുകയാണ്. അതിന്റെ ഭാഗമായി ചോദ്യോത്തരവേള അടക്കം തടസ്സപ്പെട്ടിരിക്കുന്നു. സാധാരണ ചോദ്യോത്തരവേള അങ്ങനെ തടസ്സപ്പെടുത്താറില്ല. കാരണം അംഗങ്ങളുടെ ചോദ്യങ്ങൾക്ക് മന്ത്രിമാർ മറുപടി നൽകുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണല്ലോ. ശൂന്യവേളയിൽ മാത്രമാണ് അത് ഉന്നയിക്കാറ്. പക്ഷേ ഇപ്പോൾ ചോദ്യോത്തരവേള തന്നെ സ്തംഭിച്ചുകൊണ്ട് പ്രതിപക്ഷം പ്രതിഷേധം നടത്തിയിരിക്കുന്നു. സ്പീക്കറിന്റെ മുന്നിൽ ഡയസിന് മുന്നിൽ എത്തി ബാനർ ഉയർത്തിയാണ് പ്രതിപക്ഷം പ്രതിഷേധിച്ചിരിക്കുന്നത്.